അങ്ങനെ ഇപ്പോൾ നമുക്ക് ഡെഡ്പൂൾ വേഴ്സസ് ഓൾഡ് മാൻ ലോഗൻ എന്ന കഥയുടെ ഫൈനൽ ഭാഗമായിട്ടുള്ള പാർട്ട് 5 പോകാം. ഇപ്പോൾ നമ്മുടെ മാഡി ആണെങ്കിൽ അണ്ടർഗ്രൗണ്ട് ഫുള്ളായിട്ട് അവരുടെ തലയുടെ മുകളിലായിട്ട് ഇങ്ങനെ ടെലിപ്പോർട്ട് ചെയ്ത് നിർത്തിയിരിക്കുന്നത് കണ്ടിട്ട് നമ്മുടെ ഡെഡ്പൂൾ ഇപ്പോൾ ഈ അണ്ടർഗ്രൗണ്ടിൻ്റെ പല ഭാഗങ്ങൾ നമ്മുടെ തലയിലോട്ട് വീണുകൊണ്ടിരിക്കുക. ഇത് മുഴുവനായിട്ട് വീഴുന്നതിന് മുമ്പ് നമുക്ക് എത്രയും ഇവിടുന്ന് രക്ഷപ്പെടണമെന്ന് ബാക്കി രണ്ടുപേരോടും പറയുകയാണ്. അപ്പോൾ തന്നെ നമ്മുടെ വോൾവറിനാണെങ്കിൽ ഞങ്ങളെ ടെലിപ്പോർട്ട് ചെയ്യാൻ മാഡിയോട് പറഞ്ഞതും, അപ്പോൾ തന്നെ നമ്മുടെ ഡെഡ്പൂൾ ആണെങ്കിൽ ഈ മാഡി എന്ന് പറഞ്ഞ പെണ്ണിന് മനുഷ്യന്മാരെ ടെലിപ്പോർട്ട് ചെയ്യാൻ സാധിക്കത്തില്ല എന്ന കാര്യം നിനക്ക് അറിയത്തില്ല എന്ന് വോൾവറിനോട് ചോദിക്കണം. അന്നേരം തന്നെ വോൾവറിനാണെങ്കിൽ നിനക്ക് ശരിക്കും ആളുകളെ ടെലിപ്പോർട്ട് ചെയ്യാൻ സാധിക്കത്തില്ല എന്ന് മാഡിയോട് ചോദിച്ചതും ഇല്ല എന്ന് മാഡി പറയുകയാണ്. അപ്പോൾ തന്നെ വോൾവറിനാണെങ്കിൽ തന്നോട് ആരെങ്കിലും നുണ പറഞ്ഞാൽ തനിക്കത് പെട്ടെന്ന് മനസ്സിലാകുമെന്നും തനിക്ക് അതിനൊരു സൂപ്പർ പവറിൻ്റെ ആവശ്യമില്ല എന്നും നീ പറഞ്ഞത് ഒരു കല്ല് വെച്ച നുണയാണെന്നും നമ്മുടെ മാഡിയോട് വോൾവറിൻ പറയുകയാണ്. എന്നിട്ട് മര്യാദയ്ക്ക് ഞങ്ങളെ ടെലിപ്പോർട്ട് ചെയ്ത് പുറത്താക്കുവാൻ വോൾവറിൻ മാഡിയോട് പറഞ്ഞതും, അപ്പോൾ തന്നെ മാഡി ആണെങ്കിൽ വോൾവറിനെയും കൊണ്ട് അവിടുന്ന് ടെലിപ്പോർട്ട് ചെയ്ത് പോവുകയാണ്. പാവം നമ്മുടെ ഡെഡ്പൂളിനെ പുള്ളിക്കാരി ടെലിപ്പോർട്ട് ചെയ്തില്ല. അപ്പോൾ ഇത് കണ്ടിട്ട് നമ്മുടെ ഡെഡ്പൂളിനാകെ സങ്കടമാകണം. കാരണം പുള്ളിക്കാരനാണല്ലോ ഇത്രയും നേരം മാഡിയെ സഹായിച്ചത്. അപ്പോൾ തന്നെ മറന്നിട്ട് ഇപ്പോൾ പുള്ളിക്കാരിയാണെങ്കിൽ ആ കിളവൻ വോൾവറിനെ സഹായിച്ചത് കണ്ടിട്ടാണ് നമ്മുടെ ഡെഡ്പൂളിനെ സങ്കടം വന്നത്. അങ്ങനെ സങ്കടപ്പെട്ട് നിൽക്കുന്ന ഡെഡ്പൂളിൻ്റെ ദേഹത്ത് ഇപ്പോൾ ആ ഫുള്ള് അണ്ടർഗ്രൗണ്ട് വന്ന് വീഴുകയാണ്. അങ്ങനെ കുറേ മണിക്കൂറുകൾക്ക് ശേഷം അണ്ടർഗ്രൗണ്ടിൻ്റെ ഉള്ളിൽ നിന്നും എങ്ങനെയൊക്കെയോ നമ്മുടെ ഡെഡ്പൂൾ പുറത്ത് കടന്നതും അപ്പോൾ തന്നെ പുള്ളിക്കാരൻ്റെ അടുത്ത് ആ വോൾവറിൻ വരികയാണ്. അപ്പോൾ തന്നെ നമ്മുടെ ഡെഡ്പൂൾ ആണെങ്കിൽ എവിടെടാ പെണ്ണ്, നീ അവളെ എന്താണ് ചെയ്തതെന്ന് നമ്മുടെ വോൾവറിനോട് ചോദിക്കുന്നു. അന്നേരം തന്നെ വോൾവറിനാണെങ്കിൽ എൻ്റെ മുന്നിൽ നിന്ന് മാറിക്കോ, ഞാനിപ്പോൾ പോയി അവളെ ആ മാഡിയെ കൊല്ലാൻ വേണ്ടി പോവുകയാണെന്ന് പറയുകയാണ്. അപ്പോൾ തന്നെ നമ്മുടെ ഡെഡ്പൂൾ ഇല്ല, ഞാൻ മാറത്തില്ല എന്ന് വോൾവറിനോട് പറയും. അന്നേരം തന്നെ ഡെഡ്പൂളും വോൾവറിനും തമ്മിൽ അവിടെ ഒരു ചെറിയ ഫൈറ്റ് നടക്കണം. ആ ഫൈറ്റ് പെട്ടെന്ന് തന്നെ നിൽക്കുകയും ചെയ്യുന്നു. കാരണം നമ്മുടെ വോൾവറിനാണെങ്കിൽ നേരത്തെ കുറച്ച് മണിക്കൂറുകൾക്ക് മുമ്പ് നടന്ന കുറച്ച് കാര്യങ്ങൾ ഇപ്പോൾ ഡെഡ്പൂളിനോട് പറയുകയാണ്. അതെന്താണെന്ന് വെച്ചാൽ ഈ അണ്ടർഗ്രൗണ്ട് ഫുള്ള് നമ്മുടെ ഡെഡ്പൂളിൻ്റെ ദേഹത്ത് വീണ സമയത്ത് നമ്മുടെ വോൾവറിനാണെങ്കിൽ നീ എന്താ ഡെഡ്പൂളിനെ രക്ഷിക്കാതിരുന്നതെന്ന് മാഡിയോട് ചോദിച്ചു. അപ്പോൾ തന്നെ മാഡി ആണെങ്കിൽ എനിക്ക് വേണമെങ്കിൽ ഡെഡ്പൂളിനെ രക്ഷിക്കാമായിരുന്നു, പക്ഷേ ഡെഡ്പൂളിൻ്റെ ദേഹത്ത് ഈ അണ്ടർഗ്രൗണ്ട് വീണാലും പുള്ളിക്കാരൻ കുറച്ച് നേരത്തിന് ശേഷം എങ്ങനെയെങ്കിലും കയറി വരും, പക്ഷേ നീ രക്ഷപ്പെടാൻ പാടില്ല, അതുകൊണ്ടാണ് നിന്നെ ഞാൻ രക്ഷിച്ചതെന്ന് മാഡി വോൾവറിനോട് പറയുകയാണ്. ഇപ്പോൾ ഇത് കേട്ടതും നീ എന്താ ഈ പറയുന്നത്, എനിക്കൊന്നും മനസ്സിലാകുന്നില്ല എന്ന് വോൾവറിനാണെങ്കിൽ മാഡിയോട് ചോദിക്കും. അപ്പോൾ തന്നെ മാഡി ആണെങ്കിൽ നീ പറഞ്ഞതുപോലെ എനിക്ക് ആളുകളെല്ലാം ടെലിപ്പോർട്ട് ചെയ്യാൻ സാധിക്കും, പക്ഷേ ഞാൻ ആരെയെങ്കിലും ടെലിപ്പോർട്ട് ചെയ്താൽ കുറച്ച് നേരത്തിന് ശേഷം അവർ മരിച്ചു പോവുകയും ചെയ്യും. എൻ്റെ സ്വന്തം അച്ഛനെ ഞാനിങ്ങനെ ടെലിപ്പോർട്ട് ചെയ്തപ്പോൾ പുള്ളിക്കാരനായിരുന്നു ആദ്യമായിട്ട് മരിച്ചു പോയത്, അതുകൊണ്ടാണ് ഞാൻ നിന്നെ ടെലിപ്പോർട്ട് ചെയ്തത്. നീ എന്നെ ജെൻഫോമിൽ പിടിച്ചു നിർത്തുവാൻ കുറച്ച് മുമ്പ് നോക്കിയിരുന്നല്ലോ, അതുകൊണ്ടാണ് ഞാൻ നിന്നെ ടെലിപ്പോർട്ട് ചെയ്തത്. ഡെഡ്പൂളാണ് എന്നെ സഹായിച്ചിരുന്നു, അതുകൊണ്ട് ഞാൻ പുള്ളിക്കാരനെ ടെലിപ്പോർട്ട് ചെയ്തില്ല. മാത്രമല്ല എനിക്ക് എപ്പോൾ വേണമെങ്കിലും ആ ജെൻഫോമിൻ്റെ ഈ അണ്ടർഗ്രൗണ്ടിൽ നിന്ന് രക്ഷപ്പെടാമായിരുന്നു, പക്ഷേ എന്നെ തേടി ആരാണ് എൻ്റെ പുറകിൽ വരുന്നതെന്ന് എനിക്കൊന്ന് ചുമ്മാ കാണണമായിരുന്നു. അതുകൊണ്ടാണ് ഞാൻ ഇത്രയും നേരം അവിടെ നിന്നിരുന്നതെന്നും ഇനി എന്നെ തേടി നീ എൻ്റെ പുറകെ വരരുതെന്നും, സോറി ചിലപ്പോൾ നിനക്ക് ഇനി വരാൻ സാധിക്കത്തില്ല കാരണം നീ ഇനി മരിച്ചു പോകുമെന്നും പറഞ്ഞ് നമ്മുടെ മാഡി ആണെങ്കിൽ വോൾവറിനോട് ബൈയും പറഞ്ഞ് അവിടെ നിന്ന് പോവുകയാണ്. അന്നേരം തന്നെ നമ്മുടെ വോൾവറിന് കുറേ ആരോഗ്യ പ്രശ്നങ്ങളൊക്കെ വന്ന് വായിന്ന് മൂക്കിൽ നിന്നൊക്കെ ചോര വന്ന് പുള്ളിക്കാരൻ്റെ ബോധം പോവുകയാണ്. അങ്ങനെ ഇപ്പോൾ സംഭവിച്ച കാര്യങ്ങളെല്ലാം നമ്മുടെ ഡെഡ്പൂളിനോട് വോൾവറിൻ പറയുകയാണ്. അന്നേരം തന്നെ നമ്മുടെ ഡെഡ്പൂൾ ആണെങ്കിൽ പുള്ളിക്കാരി ഇപ്പോൾ ഒരു ദുഷ്ടത്തിയായി അല്ലെങ്കിൽ ഭാവിയിൽ ഒരു സൂപ്പർ വില്ലത്തിയൊക്കെ ആവുമായിരിക്കും, പക്ഷെ നമ്മളാണ് പുള്ളിക്കാരിയെ തടയേണ്ടത്, അവളൊരു ചെറിയ പെണ്ണാണ്, നമുക്ക് അവളെ സഹായിക്കണമെന്നൊക്കെ വോൾവറിനോട് പറയും. അപ്പോൾ തന്നെ വോൾവറിനാണെങ്കിൽ അവൾ കാരണം കുറേ നേരമെടുത്താണ് ഞാൻ ഹീലായി പുറത്തേക്ക് വന്നത്, ഞാൻ ഇനി അവളെ സഹായിക്കാനൊന്നുമില്ല, നീ വേണമെങ്കിൽ പൊയ്ക്കോളാൻ നമ്മുടെ വോൾവറിൻ ഡെഡ്പൂളിനോട് പറയണം. അപ്പോൾ തന്നെ ഡെഡ്പൂൾ ആണെങ്കിൽ എന്നാൽ പിന്നെ ഞാൻ ഒറ്റയ്ക്ക് പോയി അവളെ സഹായിക്കാമെന്ന് തീരുമാനിക്കുകയാണ്. അങ്ങനെ നമ്മുടെ ഡെഡ്പൂളും വോൾവറിനും അവിടെ നിന്ന് സന്തോഷത്തോടെ പിരിയുകയാണ്. അങ്ങനെ പിന്നീട് 2 മാസങ്ങൾക്ക് ശേഷം ഉള്ള ഒരു കാര്യമാണ് ഇനി കാണിക്കുന്നത്. ഇപ്പോൾ ആ ജെൻഫോമിൽ നിന്നും രക്ഷപ്പെട്ട മറ്റേ ഏജൻറ്റ് ഹർട്ട് ഉണ്ടല്ലോ, പുള്ളിക്കാരൻ്റെ ഒളിവ് സങ്കേതത്തിൽ ഇപ്പോൾ നമ്മുടെ മാഡി വന്നിട്ട് നീ എന്നെ കുറേ നാളെ വീണ്ടും അന്വേഷിച്ച് നടക്കുമായിരുന്നെന്ന് ഞാൻ അറിഞ്ഞുവെന്ന് ഏജൻറ്റ് ഹർട്ടിനോട് മാഡി പറയുകയാണ്. അപ്പോൾ തന്നെ നീ ഭയങ്കര പവർഫുള്ളായ ഒരു മ്യൂട്ടൻ്റ് ആണെന്നും ഞാൻ നിന്നെ കുറേ തെറ്റിദ്ധരിച്ചെന്നും നമുക്ക് രണ്ടുപേർക്കും ഒന്നിച്ച് ഇനി മുതൽ വർക്ക് ചെയ്യാമെന്നും നമുക്ക് ഒരുപാട് കാര്യങ്ങൾ നേടാൻ പറ്റുമെന്നും ഒക്കെ നമ്മുടെ മാഡിയോട് ഏജൻറ്റ് ഹർട്ട് പറയുകയാണ്. അപ്പോൾ തന്നെ മാഡി ആണെങ്കിൽ എനിക്ക് നിൻ്റെ കൂടെ വർക്കൊന്നും ചെയ്യേണ്ട എന്ന് പറഞ്ഞ് തൻ്റെ പവർ ഉപയോഗിച്ച് ആ ഏജൻറ്റ് ഹർട്ടിനെ കൊന്നു കളഞ്ഞിട്ട് അവിടുന്ന് പോവുകയാണ്. അങ്ങനെ ഈ കഥ ഇവിടെ അവസാനിക്കും.